ഓർമ്മ പോകുന്നുണ്ട് എനിക്ക്. അതെന്നാന്ന് എനിക്ക് അറിയത്തില്ല. ഈ ഒരു സൈഡ് മരച്ചിരിക്കുവാണ് തലയുടെ. മുഴം കയ്പാണ്. അപ്പൊ എന്തായാലും പോവാൻ തീരുമാനിച്ചു. വിഷമമുള്ളവരുടെ വിഷമമൊക്കെ അങ്ങ് തീരട്ടെ. പോയിട്ട് വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പം ഇപ്പൊ ഈ ഒരു ചോദ്യത്തിനും ചിലപ്പോ വരും, ഞാൻ കണ്ടന്റ് ആക്കിയിട്ടില്ലേന്ന്. പക്ഷെ രേണു പറഞ്ഞ കാര്യമാണ്, എന്നോട് പറഞ്ഞ കാര്യമാണ്. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, രേണു സുധിക്ക് അസുഖമെല്ലാം ഭേദമായി എത്രയും പെട്ടെന്ന് ജീവിതത്തിലോട്ട് തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ട്. അത് ഒരു ഭംഗി വാക്ക് പറയുന്നതല്ല, ഞാൻ ഡെയിലി പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ എൻ്റെ റൊട്ടീനിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ രേണുവിനും അസുഖം ഭേദമാവണം എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. കാരണം നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് എൻ്റെ ഈ വീഡിയോ ആയിരക്കണക്കിന് ആൾക്കാർ ഇപ്പോൾ കാണും. ഈ കാണുന്ന സമയത്ത് നിങ്ങൾ ഓരോരുത്തരും രേണുവിന് വേണ്ടി പ്രാർത്ഥിക്കണം. അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. 2020 എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റി, ആടിപടലം തേഞ്ഞൊട്ടി പടമായി തട്ടിപ്പോകുമെന്നുള്ളൊരു സിറ്റുവേഷനിൽ കടന്നപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. അതെനിക്കറിയാം. അത് എൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സ് ആയാലും റിലേറ്റീവ്സ് ആയാലും എന്നെ അറിയാത്ത ആൾക്കാർ വരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു സമയം ഉണ്ടായിരുന്നു. അത് പിന്നെ പല സോഴ്സ് വഴിയൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ട് ഒരുപാട് ആയിരക്കണക്കിന് ആൾക്കാർ ഒരു കാര്യം ദൈവത്തോട് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദൈവം അത് കൈവിടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും എല്ലാവരും രേണുവിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി ഞാൻ നേരെ വിഷയത്തിലോട്ട് വരാം. മെയിൻ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ രേണു ഇടയ്ക്ക് 2 ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ വീഡിയോയിൽ കിച്ചുവിനെ ഒന്ന് പരാമർശിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ വളരെ സ്നേഹത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആവശ്യമില്ല, അവന് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കാണും, പകരം അവന് സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുക്കാതിരിക്കുക. നിങ്ങളുടെ ഫാമിലി ലൈഫിലൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കിച്ചുവിന് ചിലപ്പോൾ അതൊന്ന് മറന്ന് രേണുവിനോട് വരാനോ സ്നേഹത്തോട് പെരുമാറാനോ കാണാനോ ഒക്കെ ചിലപ്പോൾ താല്പര്യക്കുറവ് കാണും. ചിലപ്പോൾ മേ ബി അവൻ 2 ദിവസത്തിനോ അല്ലെങ്കിൽ ചിലപ്പോൾ വന്ന് കാണാം, ഇനി ചിലപ്പോൾ വരുമായിരിക്കും, എന്ത് സംഭവിക്കും. ഓക്കെ, അത് ചിലപ്പോൾ അവൻ വരാതിരിക്കുക എന്ത് വേണോ ചെയ്യട്ടെ. പക്ഷെ രേണു ഒരിക്കലും അവനെ ഇങ്ങനെ പൊതുസമൂഹത്തിലോട്ട് ഇട്ടുകൊടുക്കാതെ ഇരിക്കുക എന്ന് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കിച്ചു തിരിച്ചും രേണുവിനെ കുറ്റം പറയാതിരിക്കുക എന്നതേ പറയാനുള്ളൂ. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര സ്നേഹം ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും വോട്ട് ഓവർ ഇറ്റ്, ഇപ്പോൾ കിച്ചുവിനായാലും ഓക്കെ രേണുവിന് ചിലപ്പം താല്പര്യം കാണത്തില്ല, ഞാനത് കുറ്റവും പറയത്തില്ല. പോകുന്നതോ പോകാത്തതോ നിന്റെ ഇഷ്ടം, അതും ഞാൻ കുറ്റം പറയത്തില്ല. പകരം കിച്ചു രേണുവിനായാലും ഇങ്ങനെ പൊതുസമൂഹത്തിൽ ഒരുമാതിരി സംസാരിക്കുന്നത് ഫെയർ ആയിട്ട് തോന്നുന്നില്ല ഈ ഒരു സിറ്റുവേഷനിൽ. ഓക്കെ, ഇങ്ങനെ ഇപ്പം സുഖമില്ലാണ്ട് ഇരിക്കുന്നതുകൊണ്ട് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതിരിക്കുന്നതായിരിക്കും കുറച്ച് ബെറ്റർ. ഓക്കെ, ഇപ്പം നമ്മൾ വിമർശനങ്ങൾ വിമർശിക്കാം, തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും വാദിക്കത്തുമില്ല. ഞാൻ ഒരുപാട് വിമർശിക്കുന്ന ഒരാളാണ്. ഞാൻ എൻ്റെ കണ്ണിൽ തെറ്റെന്ന് തോന്നുന്ന കാര്യങ്ങളെല്ലാം ഞാൻ വിമർശിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഒരാൾ വയ്യാണ്ടിരിക്കുന്ന സമയത്ത് ഓക്കെ, നമുക്ക് കാണാൻ പോകാൻ താല്പര്യമില്ലെങ്കിൽ നമ്മൾ പോകണ്ട, അത് നമ്മുടെ ഇഷ്ടം, നമ്മുടെ പേഴ്സണൽ കാര്യം. അതിലിനി ആരെയും കുറ്റം പറഞ്ഞാൽ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ നമ്മൾ പൊതുസമൂഹത്തിലോട്ട് പറയുന്ന വാക്കുകൾ സൂക്ഷിച്ചാൽ കുറച്ച് നല്ലതായിരിക്കും. കിച്ചു ഒരു വർത്തമാനം പറഞ്ഞത് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. ഞാൻ എന്തായാലും അതൊന്ന് കൊടുക്കാം. അപ്പൊ എന്തായാലും പോവാൻ തീരുമാനിച്ചു. വിഷമമുള്ളവരുടെ വിഷമമൊക്കെ അങ്ങ് തീരട്ടെ. പോയിട്ട് വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പോൾ പോവാൻ തീരുമാനിച്ചു, വിഷമമുള്ളവരുടെ വിഷമമൊക്കെ മാറട്ടെ, പോയിട്ട് വന്നിട്ട് ബാക്കി കാര്യം പറയാം. ഇതിനേക്കാളും പോവാതിരിക്കുന്നതായിരിക്കും നല്ലത്, ബെറ്റർ. ഓക്കെ, കിച്ചു എനിക്കതേ പറയാനുള്ളൂ. ഇതിനേക്കാളും നീ പോവാതിരിക്കുക. പോകണമെന്നൊന്നും ഞാൻ പറയത്തില്ല, പോകണ്ട, എന്തിനാ പോകുന്നത്. ഓക്കെ, പലരുടെ വിഷമം മാറ്റാനും വിഷമം തീർക്കാനുമാണ് നീ പോകുന്നതെങ്കിൽ നീ പോകണ്ട. നിനക്ക് സ്വയമേ തോന്നി രേണുവിനെ പോയി കാണണം തോന്നിക്കഴിഞ്ഞാൽ നീ പൊക്കോ, അല്ലാത്ത പക്ഷെ നീ പോകണ്ട. അല്ലാണ്ട് പലരുടെ വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് നീ എന്തിനാണ് അവിടെ പോയിരുന്ന് കാണുന്നത്? എൻ്റെ ക്വസ്റ്റ്യൻ അതാ, നീ എന്തിനാണ് പോകുന്നത്? ഓക്കെ, നിന്നിപ്പോൾ പൈസ കൊടുക്കണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണമെന്നോ ഒന്നും ഞാൻ പറയത്തില്ല, നീ പോകണമെന്നോലും ഞാൻ പറയത്തില്ല. പക്ഷെ നീ ഇങ്ങനൊരു വർത്തമാനം പൊതുസമൂഹത്തിലോട്ട് പറഞ്ഞു വെച്ചിട്ട് പിന്നെ നീ എന്തിനാടേ പോകുന്നത്? എൻ്റെ ക്വസ്റ്റ്യൻ അതാണ്, പിന്നെ നീ എന്തിനാ പോകുന്നത്? ഒരർത്ഥമില്ല. ഇപ്പം ഞാനൊരു വയ്യാതെ കിടക്കുന്ന ഒരാളെ കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ ഇരുന്ന് പുറകെ ഇരുന്നിട്ട് അവസാനം നിങ്ങൾ എന്തിനാ കാണാൻ പോകുന്നത്? എന്തെങ്കിലും അർത്ഥമുണ്ടോ? ആ ഒരു കാണാൻ പോകുന്ന പോക്കുകൊണ്ട് എന്തെങ്കിലും ഒരു അർത്ഥമുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ചിലപ്പോൾ നിന്റെ ലൈഫിൽ, ചിലപ്പോഴൊന്നല്ല നിന്റെ ലൈഫിൽ ഇവരുടെ അടുത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുള്ള അപ്രോച്ചുകളെല്ലാം നിനക്ക് നെഗറ്റീവ് തന്നെയാണ്, നിന്റെ ചൈൽഡ്ഹുഡ് വരെ തൊലച്ച്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, രേണു ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പോൾ എനിക്ക് യോജിക്കാൻ പറ്റിയില്ല. കാരണം അവൻ വരണോ വരണ്ടേ എന്നുള്ളത് അവൻ്റെ തീരുമാനമാണ്. അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. എന്ന് വെച്ചിട്ട് ഇപ്പോൾ കിച്ചു ഈ വർത്തമാനം പറഞ്ഞ് എനിക്ക് ബേസിക്കലി ഇഷ്ടപ്പെട്ടിട്ടില്ല. വേറെ ഒന്നും കൊണ്ടല്ല, നീ പോയിട്ട് എന്തിനാ? അതിലർത്ഥമില്ല ഒരു പോക്കില്. ഓക്കെ, ഞാനതേ പറയുന്നുള്ളൂ. എന്തിനാ പോകുന്നേ? അങ്ങനെ പോയിട്ട കാര്യമില്ല.
ഒരുപാട് പേരുടെ വിഷമം തീർക്കാനാണ് നീ പോകുന്നതെങ്കിൽ ആ ഒരു യാത്ര കൊണ്ട് എന്താണ് നീ ഉദ്ദേശിക്കുന്നത്? എന്താ നീ മനസ്സിലാക്കുന്നത്? എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ. ഞാൻ 1-2 കമന്റ്സ് ഒന്ന് വായിക്കാം. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ പോയാൽ മതി, ആൾക്കാരെ ബോധിപ്പിച്ച് പോണം എന്നില്ല. എന്തായാലും നിന്നെ സമ്മതിച്ചു. ഓക്കെ, എന്തായാലും നിന്റെ പെറ്റ തള്ളയേക്കാളും എന്തുകൊണ്ടും ഭേദം രേണു തന്നെ. പെറ്റമ്മ ഉപേക്ഷിച്ച് പോയപ്പോൾ ഒരു നേരം കഴിക്കാൻ വിളമ്പി തന്നതിന് നന്ദി ഉണ്ടെങ്കിൽ നാട്ടുകാരെ കാണിക്കാൻ അല്ല പോകേണ്ടത്. ഇപ്പം വിളമ്പി തന്നതിന്റെ കണക്ക് കാര്യങ്ങളൊക്കെ വിട്. ഇപ്പോൾ കിച്ചു ആയാലും ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അറിയാം, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓക്കെ, വോട്ട് എവർ ഇറ്റ് ഈസ്. പക്ഷേ നീ പോകുന്നത് ബാക്കിയുള്ളവരെ ബോധിപ്പിക്കാനാകരുത്. നിനക്ക് സ്വയമേ തോന്നി നീ പോകുന്നുണ്ടെങ്കിൽ പൊക്കോ. വേറൊരാളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് നീ പോകേണ്ട ഒരു കാര്യമില്ല. അങ്ങനെ ഒരു യാത്ര നീ എന്തിനു പോകുന്നേ? അതിനേക്കാളും പോകാതിരിക്കണം നല്ലത്. നീ ഇങ്ങനെ ചിന്തയിൽ വെച്ച് പോകണ്ട. ഒന്നുമില്ലെങ്കിലും കുറച്ചു കാലം നിന്നെ അമ്മയെ പോലെ നോക്കിയില്ലേ, അത് മറക്കണ്ട. അവൾ മനസ്സറിഞ്ഞ് പ്രാഗിയിൽ നീ നന്നാവില്ല. കിച്ചുന് ഭയങ്കര നെഗറ്റീവ് ആയിട്ടുണ്ട്. ഓക്കെ, ഇതിലും നല്ലത് പോകാത്തതല്ലേ. അവരുടെ ഈ അവസ്ഥയിൽ നീ സന്തോഷിക്കുന്നു എന്ന്. അവന്റെ അഹങ്കാര വർത്തമാനം കേട്ടില്ലേ? കുറച്ചു വർഷം നിന്നെ നോക്കിയത് വെറും വേസ്റ്റ് ആയിപ്പോയി രേണുവിന്റെ ജീവിതത്തിൽ. ഇഷ്ടമുണ്ടെങ്കിൽ പോയാൽ മതി. ആര് പോയാലും പോയില്ലെങ്കിലും അവരുടെ വേദന അവർ തന്നെ സഹിക്കണം. പിന്നെ കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും, അത്ര തന്നെ. ഓക്കെ, ഇങ്ങനെ ഉടനീളം കമന്റ്സ് വരുന്നുണ്ട്. കിച്ചുൻ നെഗറ്റീവായിട്ടും പിന്നെ കുറേ പേര് അവനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവൻ അനുഭവിച്ചതിനുള്ളതാണ്, അതുകൊണ്ട് അവന് പോകാൻ താല്പര്യം കാണത്തില്ല. പോകാൻ താല്പര്യമില്ലേ പോണ്ടേ, നീ പോകണമെന്ന് ആരും ഇവിടെ പറയുന്നില്ല. പിന്നെ കുറെ ആൾക്കാർ ചിലപ്പോൾ പറയുന്നുണ്ടായിരിക്കും കമന്റ് ബോക്സിൽ വന്നിട്ട്. പിന്നെ അവരെ ബോധിപ്പിക്കാനായിട്ട് നീ എന്തിനു പോകുന്നേ? അതും പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. എന്നെക്കാളും നീ പോണ്ടേ, അത് തന്നെ ഞാൻ പറയത്തുള്ളൂ. നീ അറ്റ്ലീസ്റ്റ് മനസ്സിലോ ഇനിയിപ്പോൾ ആൾക്കാരെ ബോധിപ്പിക്കാനെങ്കിലും പോയി തൊല എന്ന് പറഞ്ഞ് നിന്റെ മനസ്സിൽ പറഞ്ഞിട്ട് നീ പോയിരുന്നെങ്കിൽ നമ്മളാരും അറിയത്തില്ല. പച്ചയ്ക്ക് ഇത് വീഡിയോ വിളിച്ചു പറഞ്ഞ് മില്യൺ കണക്കിന് ആൾക്കാരും വീഡിയോ കണ്ടിട്ട് ഇനി നീ എന്നാ ഹീരോത്വം ഉണ്ടാക്കാനാണ് അങ്ങോട്ട് പോകുന്നേ? എൻ്റെ ക്വസ്റ്റ്യൻ അതാ. പോണ്ടാ, എടാ പോവല്ലേ. ഇനി പോയെന്ന് ഉളുപ്പില്ലാത്തവനെന്നേ ഞാൻ പറയത്തുള്ളൂ, ഉള്ള കാര്യം പറയല്ല. ഇത്രയും അൽക്കുലത്ത് വർത്താനം പറഞ്ഞിട്ട് നീ എന്നാത്തിനാണ് കെട്ടിയെടുത്തോണ്ട് അങ്ങോട്ട് പോകുന്നേ? നീ ഇതിലും ഏതാ പോവാതിരിക്കുന്നത് നല്ലത്. ഞാൻ സീരിയസ്ലി പറയാം. ഇനി ഇതിലുമായി ബന്ധപ്പെട്ടിട്ട് നന്ദന ബിഗ് ബോസിലെ നന്ദനെ എടുത്ത് ചോദിച്ചപ്പോൾ നന്ദന പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. എടേ എന്തെങ്കിലും പറയാറെങ്കിൽ പറയടേ. നമ്മളടുത്തൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അഭിപ്രായം സ്ട്രോങ് ആയിട്ട് ഒന്ന് പറയാൻ സാധിക്കണം. അല്ലാതെ ഇങ്ങനെ അങ്ങും ഇങ്ങടും തിരിഞ്ഞും വരിഞ്ഞും അല്ല അഭിപ്രായം പറയേണ്ടത്. കോപ്പ് കേട്ടപ്പോൾ തന്നെ ഇവൾക്കൊക്കെ ഒരു നിലവാരം ഇല്ലെന്ന് എനിക്ക് തോന്നിപ്പോയി. കണ്ടുവെക്കാം. നിങ്ങൾക്ക് ആർക്കും വിഷമില്ല, എന്താ നിങ്ങളുടെ വിഷമം മാറ്റാൻ ഞാൻ പോകണ്ടെന്ന് 13 വയസ്സിൽ വളർത്തിന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്താണ് സത്യാവസ്ഥ നമുക്കറിയില്ല എന്താണെന്നുള്ള. കുട്ടിയെ നോക്കിയിട്ടുണ്ടോ, എന്താണ് അവര് പറയുന്നുണ്ട് നോക്കിയിട്ടുണ്ടെന്നുള്ളത്. പക്ഷെ ആ കുട്ടി പറഞ്ഞ അച്ഛന്റെ വീട്ടിലായിരുന്നു വളർന്നിട്ടുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കറിയില്ല. നമ്മൾ ഈ കാര്യം അറിയണമെന്നാണ് കൂടുതൽ കമന്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. കാര്യം അറിയാണ്ട് കുറെ പേര് സംസാരിക്കും. കാര്യം അറിഞ്ഞിട്ട് സംസാരിച്ച പ്രശ്നമില്ല. നമ്മളിപ്പോ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരെ അറിയാം, മീൻസ് വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരെ, ഇപ്പോ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരായാലും കുറെ കാര്യം അറിയാണ്ട് സംസാരിക്കും. കാര്യം അറിഞ്ഞ് സംസാരിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. എന്നാലും കാര്യം എന്താണെന്ന് മനസ്സിലാവും. അവരുടെ ജീവിതം എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് വേണം നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാനായിട്ട്. അപ്പൊ ആരെയും നമ്മള് ബാഡ് കമന്റ്സ് ഒന്നും പറഞ്ഞങ്ങനെ വെറുതെ എല്ലാവരും മനസ്സിലായത്. ഇപ്പൊ വയ്യാണ്ടിരിക്കുന്ന ഒരു ചേച്ചിയല്ലേ, ആളൊന്ന് വെറുതെ വീട് വയ്യൊക്കെ മാറിയിട്ട് വീണ്ടും ആള് ആക്റ്റീവായി തുടങ്ങുമ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ. ഓക്കെ, ഇവളെന്ത് തേങ്ങയുടെ പറയുന്നേ? കാര്യം അറിയാണ്ട് ആരും സംസാരിക്കില്ല, കാര്യം അറിയാണ്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുണ്ടാക്കില്ലെന്ന്. കാര്യം അറിഞ്ഞ് സംസാരിക്കുന്നവരുണ്ടെന്ന്. അത് നിന്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള നിന്റെ ഫ്രണ്ട്സ് ലിസ്റ്റിലുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരായിരിക്കും. കാര്യം അറിയാണ്ട് സംസാരിക്കും. നിനക്കല്ലേ തേങ്ങ അറിയാമോ? നീ എന്ത് തേങ്ങ പറയുന്നല്ലെങ്കിൽ കണക്കണം. ഇത് വലിയൊരു ഇതാണ്, ഇതുപോലത്തെ ഒരു ഇതാണ് അതാണ് കാര്യം അറിഞ്ഞിട്ട് ഇതാണ് അതാണെന്ന്. ഒരു തേങ്ങ അറിയാണ്ടാണ് നീ വന്നിരുന്ന് വിളമ്പുന്നത്. നിനക്ക് എന്ത് ക്വാളിറ്റി ഉണ്ട് ഇതിനെ പറ്റി സംസാരിക്കുക? വല്ല തേങ്ങ അറിയാമോ നിനക്ക്? ചുമ്മാ വന്നിരുന്ന തട്ടി വിടുവാണ്. ഞാൻ കിച്ചുവിൻ്റെ അടുത്ത് ഒരു കാര്യം സ്നേഹത്തോടെ പറഞ്ഞു, കിച്ചു നീ പോകരുത്, പോകാൻ പാടില്ല. കാരണം ഇങ്ങനെ അൽക്കുലത്ത് വർത്താനം പറഞ്ഞിട്ട് നീ എന്നാത്തിനാ പോകുന്നത്? ഇനി അവിടെ പോയിട്ട് എന്നാ പ്രകസനം കാണിക്കാനാ? എനിക്ക് പേഴ്സണലി ഒരു യോജിപ്പില്ല. ഓക്കെ, അവിടെ പോയിട്ട് ഇനി തപ്പന എടുത്തുകൊണ്ട് നടക്കും, എന്നിട്ട് അവിടെ കുറെ പ്രകസനം കാണിച്ച് വീഡിയോ ഇടും. ഇതിനെക്കാളും പോകാതിരുന്ന് ഇരിക്കണം, അത് തന്നെയാണ് നല്ലത്. എനിക്ക് എന്തോ പോലെ തോന്നിയിടേ. അറ്റ്ലീസ്റ്റ് ഒരു ക്വാളിറ്റി കാണിക്കുക. രേണു ആ വർത്തമാനം വീഡിയോയിൽ പറഞ്ഞ സമയത്ത് നിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്ത്. അതിന്റെ റീസൺ നീ പോവരുത് അല്ലെങ്കിൽ പോകണം എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നിന്നെ സപ്പോർട്ട് ചെയ്തതിന്റെ റീസൺ നീ അനുഭവിച്ചിട്ടുള്ള നിന്റെ ചൈൽഡ്ഹുഡ് ട്രോമാസ് ആൻഡ് ഇഷ്യൂസ്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ് രേണു ഈ കാണിച്ചത് തെറ്റാണ്, സൈബർ ബുള്ളിങ് കിച്ചുവിന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്നാണ് ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞത്. പക്ഷെ ഇത് ഒരുമാതിരി വർത്താനായി പോയി കിച്ചു. എന്തോന്നില്ല, ഇതിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ തമ്മിൽ അടിക്കുന്നു ഈ ഒരു അവസരത്തിൽ. ഓക്കെ, രേണു എന്ന് പറയുന്ന വ്യക്തി ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ള ഒരുത്തൻ എന്ന നിലയ്ക്ക് ഞാൻ പറയണേ, ഈ ഒരു സിറ്റുവേഷനിൽ അവർ ചെയ്ത കാര്യങ്ങൾ ശരിയാണെന്നോ അല്ലെങ്കിൽ മുന്നേ ചെയ്തുകൊണ്ടിരുന്നത് ശരിയാണെന്നോ അല്ല ഞാൻ പറയുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്നിട്ടും അവർ കിച്ചുവിനെ സൈബർ അറ്റാക്കിനെ എടുത്ത് അങ്ങോട്ട് ഇട്ടു കൊടുത്തപ്പോൾ ഞാൻ കയറി ഇടപെട്ട് സംസാരിച്ചു. പൊതുസമൂഹത്തിൽ നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞു. രേണു കാണിച്ചത് തെറ്റാണ്,
അതിപ്പോൾ ഏത് സാഹചര്യത്തിൽ ആരായാലും തെറ്റ് കാണിച്ചാൽ തെറ്റെന്ന് തന്നെ ഞാൻ ചൂണ്ടിക്കാണിക്കും. ഓക്കെ, അത് എങ്ങനത്തെ സിറ്റുവേഷനിലായാലും. ഈ ഒരു വയ്യാത്ത സിറ്റുവേഷനിൽ ഇരുന്നു കൊണ്ട് രേണു കിച്ചുവിനെ സൈബർ ബുള്ളിങ്ങിനെ എടുത്ത് ഇട്ട് കൊടുത്തത് തെറ്റാണെന്ന് ഓപ്പണായിട്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ തിരിച്ച് അടുത്ത് കിച്ചു ചെയ്തതാ. എല്ലാവരും പറയണോണ്ട് ഞാൻ പോവാമെന്ന്. ഇനി പോയിട്ട് വന്നിട്ട് പറയാമെന്ന് ബാക്കി. ഇതിനേക്കാളും നീ പോവാതിരിക്കണമല്ലോ അവിടെ. അത് നീ പോകരുതല്ലേ. കുറച്ചെങ്കിലും അന്തസ്സുണ്ടെങ്കിൽ നീ പോകരുത് കിച്ചു, കേട്ടാ. എനിക്കതേ പറയാനുള്ളൂ. ഇതിനെ എന്തിന് ഇങ്ങനെ മറ്റേ കൊണാണ്ട് വർത്താനം പറഞ്ഞിട്ട് എന്നാത്തിനാ പോകുന്നത്? അവിടെ പോയിട്ട് എന്നാ ഗിരോത്ത് ഉണ്ടാക്കാനെ? കണ്ടപ്പോഴേ എനിക്കൊരു മേധ തോന്നി. ഇനി ബിനു അടിമാലി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, കേട്ടു നോക്കാം. ചേച്ചിനെ വിളിച്ചോ അല്ലെ കണ്ടോ? വിളിച്ചായിരുന്നു. ഞാള് ഇന്നലെ കൂടെ ഇന്നലെ വിളിച്ചപ്പോ ഞാൻ ICUലാന്ന് പറഞ്ഞേ. അല്ല, സീരിയസ് ആയിട്ടല്ല, വോമിറ്റിങ്ങും അതൊക്കെ ഉള്ളതുകൊണ്ട് ക്ഷീണം കാരണം കൊണ്ട് ICUലാന്ന് പറഞ്ഞു. അതേ വൈഫ് ഞാൻ ഇങ്ങനെ കൂടി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങള് കാണാൻ ചെല്ലാൻ വേണ്ടിട്ട് വിളിച്ച. പക്ഷേ ചേച്ചിയാ ഫോൺ എടുക്കാം. ഓക്കെ, ബിനു അടിമാലിയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പറ്റുന്നവരെയൊക്കെ പോയി കാണുക. ഞാൻ ആരെയും നിർബന്ധിക്കത്തില്ല. ഓക്കെ, അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങൾ, ഓരോരുത്തരുടെ ഇഷ്ടം. ഞാൻ ഒറ്റ കാര്യം പറയും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പം നിങ്ങൾ ചിലപ്പോൾ ചോദിക്കും, നിനക്ക് നാണമില്ലടാ അത് പറയാനെന്ന്. ഞാൻ രേണു എന്ന് പറയുന്ന വ്യക്തിയും രേണു എന്ന് പറയുന്ന വ്യക്തി ചെയ്ത കാര്യങ്ങളെയാണ് വിമർശിച്ചിട്ടുള്ളത്. അല്ലാണ്ട് രേണുവിനൊരു അസുഖം വരുമ്പോൾ ഓപ്പോസിറ്റിന് സന്തോഷിക്കാൻ മാത്രം മനുഷ്യപ്പറ്റില്ലാത്തവനല്ല ഞാൻ എന്നും പ്രാർത്ഥിക്കും, എന്നും പ്രാർത്ഥിക്കും. എൻ്റെ പ്രാർത്ഥനയിൽ എൻ്റെ ആവശ്യങ്ങൾ പറയുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിക്കും, എത്രയും പെട്ടെന്ന് ഭേദമായിട്ട് തിരിച്ച് ജീവിതത്തിൽ വരട്ടെ. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യപ്പെട്ട്, അല്ലെങ്കിൽ എൻ്റെ ശത്രുവായാൽ പോലും ഒരു അസുഖമൊന്നും വന്ന് ഞാനൊരിക്കലും ആഗ്രഹിക്കത്തില്ല. അങ്ങനെ ആവരുത്. നമുക്ക് ഒരു ആയുസ്സുണ്ട്, വയസ്സായി മരണപ്പെടുക. അതുവരെ നമ്മൾ ജീവിക്കാൻ മരിക്കുക. അല്ലാണ്ട് ഒരു മാരക അസുഖം വന്ന് നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്നതും നമ്മളിവിടെ ഭൂമിയിൽ കിടന്ന് അനുഭവിക്കുന്നതും എനിക്കൊരിക്കലും യോജിക്കാൻ പറ്റുന്നൊരു കാര്യമില്ല. ഞാൻ തന്നെ 2020 ആക്സിഡന്റ് സംഭവിച്ച സമയത്ത് ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. വേദനകളൊക്കെ എന്താണെന്ന് എനിക്ക് നല്ലോണം അറിയാം. അനുഭവിച്ചതിനൊന്നും കൈയും കണക്കുമില്ല. ഓക്കെ, അതുകൊണ്ട് ആർക്കൊന്നും വരാതിരിക്കട്ടെ, ഒരാപത്തും വരാതിരിക്കട്ടെ. ആക്സിഡന്റ് ആയാലും ഈ പറയുന്നത് പോലെ അസുഖങ്ങളായാലും ഒന്നും വരാതിരിക്കട്ടെ, അതേ ഞാൻ പറയുന്നുള്ളൂ. അതിൻ്റെയൊക്കെ ഒരു സംഭവം നമുക്ക് അറിയണേ. അതുകൊണ്ടേ അത് ആരുടെയും കഥയല്ല. ആക്സിഡൻ്റൊക്കെ ആയിട്ട് ഒരുപാട് വേദനകൾ അനുഭവിച്ചിട്ടുള്ളതെന്ന് എനിക്കറിയാം. ഓക്കെ, അതോടെ ഇരിക്കട്ടെ. ഞാൻ എന്തിനാ അതിലൊക്കെ കയറി പോകുന്നത്? ഇപ്പോൾ അടിമാലി പറ. സംഘടനാപരമായിട്ട് സഹായങ്ങളൊക്കെ അത് ഞങ്ങള് ഒരുമാതിരിപ്പെട്ടാറൊക്കെ അതൊക്കെ ആയിട്ട് എന്റെ കെയർ ഓഫിൽ തന്നെ കുറെ പേര് വിളിച്ച് അവരുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് നടക്കുന്നുണ്ട്. നമ്മള് എന്തൊക്കെ ചെയ്യും. എല്ലാരും നമ്മുടേതായിട്ടുള്ള രീതിയിൽ പല കൂട്ടുകാരൊക്കെ നമ്പർ കൊടുത്തിട്ട് കണക്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. സുധിച്ചേട്ടന്റെ മകൻ ഇന്ന് കാണാൻ പോകുന്ന പറയണ്ടായിരുന്നു, വീഡിയോ ഇട്ടിട്ടുണ്ട്. ഏതാ? സുധിച്ചേട്ടന്റെ മൂത്ത മകനെ ഇന്ന് കാണാൻ പോകുന്ന പറഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇന്ന് പോകും. ഞങ്ങള് കാണാൻ പോകാൻ വേണ്ടിട്ട് ചോദിച്ചാ. അപ്പം കോട്ടയത്താന്ന് പറഞ്ഞു, മെഡിക്കൽ കോളേജിലാന്ന് പറഞ്ഞു. ആരോഗ്യമൊക്കെ അങ്ങനെ വലിയ ആരോഗ്യമുള്ള ആളല്ലല്ലോ. ഓക്കെ, ചേട്ടൻ്റെ മകൻ കിച്ചു കാണാൻ പോകുന്ന കേസാണ് പറഞ്ഞത്. ഞാൻ കാണാൻ പോകാതെ ഇരിക്കുന്നതാണ് നല്ലത് കേട്ടോ. ഞാനതേ പറയത്തുള്ളൂ. എനിക്കത് ഒരു യോജിപ്പില്ലാത്ത ഒരുമാതിരത്തെ വർത്തമാനമായിപ്പോയി. ഇതെന്തുവാ, എന്തോന്നടേ ഇത്? കഷ്ടം. എനിക്കത് ഭയങ്കര നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തു. ചിലപ്പോൾ നിങ്ങൾ എന്നെ തെറി വിളിക്കുകയായിരിക്കും, എന്നെ എടുത്തിട്ട് കമന്റ് ബോക്സിൽ ഇട്ട് അടക്കുമായിരിക്കും. പക്ഷെ എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ഞാൻ എന്നാ ഗീരവത്തിനായിരിക്കുന്നത്? എനിക്കത് ഭയങ്കര അൺഫെയർ ആയിട്ട് തോന്നി. ഇനി ലക്ഷ്മി നക്ഷത്ര, നിനക്കിതൊന്നും പറയാനുള്ള യോഗ്യതയില്ല. ഈ അസുഖത്തിന്റെ കേസല്ല, ബാക്കി ആദ്യം നീ പറഞ്ഞ ക്ലിപ്പ് കേൾക്കാം, എന്നിട്ട് നമുക്ക് സായിയുടെ കാര്യത്തിലോട്ട് വരാം. ബാ. അപ്പം ഇപ്പൊ ഈ ഒരു ചോദ്യത്തിനും ചിലപ്പോ വരും, ഞാൻ കണ്ടന്റ് ആക്കിയിട്ടില്ലേന്ന്. പക്ഷെ രേണു പറഞ്ഞ കാര്യമാണ്, എന്നോട് പറഞ്ഞ കാര്യമാണ്. ചിന്നു സ്റ്റാർ മാജിക്കിലെ പലരോടും പറഞ്ഞു, പക്ഷെ എനിക്കൊരു പെർഫ്യൂം കിട്ടിയില്ല, ഒന്ന് ചെയ്തു തരുമോ? അത് പലർക്കും അറിയില്ല, അതുകൊണ്ടാണ് അതൊരു കണ്ടന്റ് ആക്കിയത്. അപ്പോ അതിന് പക്ഷെ ഞാൻ കേൾക്കാത്ത പഴികളില്ല, മനസ്സിലായോ? അപ്പോ എന്തപ്പോ ഒരു കൊപ്പോ ഇല്ല. ലക്ഷ്മി നക്ഷത്രം അവിടെ നില്ല്, ഒരു പൊടിക്ക് അടങ്ങാദ്യം കേട്ടാ. അപ്പോൾ വിഷയം ലക്ഷ്മി നക്ഷത്രത്തിലോട്ടാണ് അടുത്ത് തിരിഞ്ഞ് വരുന്നത്. ഞാനൊരു കാര്യം പേഴ്സണലി പറയാം, ഈ ചാരിറ്റി ചെയ്യുന്നത്, 10 ആളെ കാണിച്ച് ചെയ്യുന്നത് ഒരിക്കലും തെറ്റാണെന്ന് ഞാൻ വാദിക്കത്തില്ല. പക്ഷെ ഞാനത് 10 ആളെ കാണിച്ച് ചെയ്യത്തില്ല. ഞാനത് ചെയ്യത്തില്ല, എനിക്കിഷ്ടമല്ല. കാരണം എനിക്ക് അങ്ങനെ ഒരു 10 ആളെ കാണിച്ചിട്ട് കൈയടി നേടാൻ എനിക്ക് താല്പര്യമില്ല, ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. പക്ഷേ ചാരിറ്റി 10 ആളെ കാണിച്ച് വീഡിയോസ് എടുത്ത് ചെയ്യുന്നവരെ ഞാൻ കുറ്റം പറയത്തില്ല. ഒരു പോയിന്റിൽ നോക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കും. ഞാനും പല ചാരിറ്റി വീഡിയോസൊക്കെ കാണാറുണ്ട്. അച്ചായൻ്റെ കാണാറുണ്ട്, അൽഫുട്ടി സൂരജിൻ്റെ കാണാറുണ്ട്, ഉബൈദിൻ്റെ കാണാറുണ്ട്. ഇവരൊക്കെ ഓരോ പ്രൊമോഷൻ ബേസ്ഡിലാണ് ചെയ്യുന്നതെങ്കിൽ കൂടി അവർ ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ നമ്മളതിനെ എന്ത് ചെയ്യും? സപ്പോർട്ട് ചെയ്യും.
അപ്പം അങ്ങനത്തെ കാര്യങ്ങളും വീഡിയോസൊക്കെ കാണുമ്പോൾ ഈ പ്രത്യേകിച്ച് ടോണി അച്ചാനൊക്കെ വന്നിട്ട് ഓരോ പാവപ്പെട്ടവരെ സഹായിക്കുന്നതും വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കാൻ കാശ് കൊടുക്കുന്നത് ഒക്കെ ചെയ്യുന്ന പരിപാടിയൊക്കെ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ഉള്ളിൽ നിന്നൊരു ഫീൽ തോന്നും ഇവിടെ. അത് കാണുന്ന സമയത്തും ആ ഒരു BGM-ഉം നമുക്കൊരു ഫീൽ ഉള്ളിൽ നിന്ന് കയറും. ഓക്കെ, അതുപോലെ സൂരജിൻ്റെ കുറേ വീഡിയോസ് കാണുമ്പോൾ ഒരുപാട് പാവപ്പെട്ട അമ്മമാരെയും പെങ്ങളെയൊക്കെ സഹായിക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് ഉള്ളിൽ നിന്നൊരു ഫീൽ കയറും. അവരോടൊരു പ്രത്യേക സ്നേഹം തോന്നും, ഒരു നല്ലൊരു കാര്യം ചെയ്യുന്നുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നത് കണ്ട് ആരെങ്കിലുമൊക്കെ അതുപോലത്തെ വീഡിയോസ് കണ്ട് ഇൻസ്പയർ ആകുന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും ഈ ചാരിറ്റി വീഡിയോ ചെയ്തിടുന്നവരെ കുറ്റം പറയാറില്ല, ചെയ്യട്ടെ. പിന്നെ അത് വെച്ച് മുതലെടുപ്പ് നടത്തുന്നവരുണ്ട്, മീൻസ് ഈ പ്രൊമോഷൻ ബേസ്ഡ് അല്ലാണ്ട് വേറെ പല രീതിയിൽ മുതലെടുപ്പ് നടത്തുന്ന ചെറ്റകളുണ്ട്. അതൊന്നും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, നല്ല കാര്യമാണ്, ചെയ്യട്ടെ. പിന്നെ ഈ ചാരിറ്റി വീഡിയോ കണ്ട് 10 ആള് ഒന്നിതായ ആയിക്കോട്ടെ. പക്ഷേ ലക്ഷ്മി നക്ഷത്ര ഈ കൊല്ലം സുധിയുടെ വീട്ടിൽ പോയിട്ട് നിങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുത്ത് നിങ്ങൾ കണ്ടന്റ് ആക്കി, അവരെ സഹായിച്ചതിൻ്റെ ഇരട്ടി നിങ്ങൾ കണ്ടന്റ് വഴി അവിടെ നിന്ന് ഉണ്ടാക്കി. അത് വേറെ കാര്യം. യൂട്യൂബിൽ വീഡിയോ ഇടുന്ന എനിക്കറിയാത്രത്തോളം വരുമാനം കിട്ടുമെന്ന്. അപ്പോൾ ആദ്യം സുധി മരിച്ച സമയം മുതലേ കരഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇട്ട് അതൊക്കെ സപ്പോർട്ടേ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, നിങ്ങളുടെ ഇമോഷൻ നിങ്ങൾ വീഡിയോ ചെയ്ത് തീർത്തു. അങ്ങനെ നിങ്ങൾ അടുത്ത സുധീരെ വീട്ടിൽ പോയി ഈ രേണുവിനെ 10 ആൾക്കാർ അറിഞ്ഞതും രേണുവിനെ ഒരു ഫെയിമിലോട്ട് കൊണ്ടുവന്നതും സത്യം പറഞ്ഞാൽ ലക്ഷ്മിപ്രിയയാണ്. ഓക്കെ, ലക്ഷ്മിപ്രിയ അല്ല, സോറി, മറ്റേ ലക്ഷ്മിപ്രിയ കിടക്കുന്നത് ലക്ഷ്മി നക്ഷത്രയാണ്. അപ്പോൾ രേണു 10 ആളിലോട്ട് എത്തിയതും ലക്ഷ്മി നക്ഷത്ര വഴി തന്നെയാണ്. അതാദ്യം ബേസിക്കലി മനസ്സിലാക്കുക. പിന്നെ അവിടെ പോകുന്നു, വീഡിയോ എടുക്കുന്നു, കളിപ്പാടങ്ങൾ വാങ്ങിക്കൊടുക്കുന്നു, BGM കയറ്റി സുധിയുടെ ഫോട്ടോ ഫോക്കസ് ചെയ്ത് എല്ലാം കച്ചവടമാക്കി. നമ്മൾ ആരും വലിയ കുറ്റങ്ങളൊന്നും പറഞ്ഞില്ല. ഓക്കെ, നല്ല കാര്യം ചെയ്യുന്നില്ലേ എന്ന് മാത്രമേ ചിന്തിച്ചോളൂ. ഓക്കെ, നല്ല കാര്യം മാത്രം ചെയ്യുന്നു. എന്നാൽ സായി കൃഷ്ണയൊക്കെ ആ സമയത്ത് അതൊക്കെ എടുത്ത് വെച്ചിട്ട് BGM കയറ്റി ഇടുന്നതിനൊക്കെ കുറ്റങ്ങൾ പോലെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, സീക്രട്ടായിരുന്നു. എന്നിട്ട് ഇപ്പോൾ സായി ലേറ്റസ്റ്റ് ആയിട്ട് രേണുവിൻ്റെ വീട്ടിൽ പോയി AC മേടിച്ചു കൊടുത്ത് കാശ് കൊടുത്തു. അതിനുശേഷം ഒരു ഇൻ്റർവ്യൂ കൊടുത്തു. ബേസിക്കലി ഓക്കെ, സായി അതിൽ പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, നമ്മൾ ചില കാര്യങ്ങൾ 10 ആൾ കാണാൻ വേണ്ടി ചെയ്യണം എന്നുള്ള രീതിയിൽ. അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കത് യോജിപ്പില്ലാതായി. അങ്ങനെ ചില കാര്യങ്ങൾ ആൾക്കാർ കാണാൻ വേണ്ടി ചെയ്യണം. അതായത് ഇപ്പം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ആൾക്കാർ കാണാൻ വേണ്ടി ചെയ്യണം, ബാക്കിയുള്ളവർ ചെയ്യുന്ന കാര്യങ്ങൾ ആൾക്കാർ കാണാൻ വേണ്ടി ചെയ്യണ്ട. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിലോട്ട് വന്നപ്പോൾ എനിക്ക് സായി പറഞ്ഞതിൽ വിയോജിപ്പ് തോന്നി. ഞാൻ അതും പ്രകടമാക്കിയിട്ടുണ്ടായിരുന്നു, എൻ്റെ പോസ്റ്റിൽ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ലക്ഷ്മി നക്ഷത്ര സായിയെ പറ്റി പറഞ്ഞത് നമുക്കൊന്ന് കേൾക്കാം. ഇപ്പൊ ചിലർ വീഡിയോ ഇട്ടു, അതുപോലെ തന്നെ ചിലരൊരു അവരിട്ട വീഡിയോയിൽ നിന്ന് ഒരു തുക കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ആക്ച്വലി ഒരു ചിരിയാണ് വന്നത്. 2 വർഷങ്ങൾക്ക് മുമ്പ്, പക്ഷെ ഇപ്പൊ ഞാനത് പറയാൻ പാടില്ല, എന്നോട് ചോദിച്ചതുകൊണ്ട് മാത്രം ഞാൻ പറയാണ്. 2 വർഷങ്ങൾക്ക് മുമ്പ് രേണു പറഞ്ഞിട്ടാണ് ഞാനൊരു പെർഫ്യൂം കൊണ്ടു കൊടുത്തത്. ഇപ്പം ഈ വീട്ടിൽ പോയി കണ്ട വ്യക്തി അല്ലെങ്കിൽ വീഡിയോസ് ഇട്ട വ്യക്തികൾ അവർ തന്നെ പറയുന്നുണ്ട്, ഞാൻ പേരൊന്നും മെൻഷൻ ചെയ്യണില്ല, അവർ തന്നെ പറയുന്നുണ്ട് ചില കാര്യങ്ങൾ നമ്മൾ അറിയിച്ചു തന്നെ ചെയ്യണം. ഇത് തന്നെ ഞാനും ചെയ്തിട്ടുള്ളൂ. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ചില കാര്യങ്ങൾ നമ്മൾ അറിയിച്ചു തന്നെ ചെയ്യണമെന്ന്. ഇപ്പോൾ പെർഫ്യൂമിൻ്റെ കേസ് എനിക്കും വലുതായിട്ടൊന്നും പിടിയില്ലായിരുന്നു. നക്ഷത്രയുടെ വീഡിയോ കണ്ടപ്പോഴാണ് ഞാനും മനസ്സിലാക്കിയത്. ഓക്കെ, നല്ല കാര്യമാണ്. പക്ഷെ നിങ്ങളും അവിടെ ഒരു കച്ചവടം തന്നെയാണ് നടത്തിയിട്ടുള്ളത്. നിങ്ങളുടെ ചാനൽ റീച്ച്, പ്രൊമോഷൻസ്, എന്തുവാടെ അങ്ങനത്തെ ഒരു പ്രോസസ്സ് അവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അത് തെറ്റാണെന്ന് ഞാൻ വാദിക്കത്തില്ല. പകരം സായി അന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് വിയോജിപ്പുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ നമ്മളൊരു നല്ല കാര്യം ചെയ്യുമ്പോൾ 10 ആളെ കാണിച്ചൊന്നും തെറ്റൊന്നുമില്ല. എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് നിങ്ങൾ കുത്തിയത് കേട്ടപ്പോൾ എനിക്ക് എന്തോ എവിടെയോ ഒരു ഇതായി. കാരണം നിങ്ങൾ അന്ന് ചെയ്തത് 10 ആളിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രമായിരുന്നു എന്നുള്ളൊരു സാധനം അടിക്കുമ്പോൾ എനിക്ക് യോജിപ്പില്ല. നമ്മൾ 10 ആളിലേക്ക് എത്തിക്കാൻ വേണ്ടി ചെയ്തതാണ്, ഇങ്ങനെ ചെയ്യത്തില്ല. പിന്നെ നമ്മൾ മനസ്സുകൊണ്ട് വെറും പച്ചയായ ചാരിറ്റി മാത്രം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ 10 ആളെ കാണിക്കത്തില്ല, കൺഫേമാണ്. നമ്മൾ ഒരാളെ സഹായിക്കുന്നത് അയാൾക്ക് നല്ലത് അല്ലെ നമ്മുടെ മനസ്സിന് സന്തോഷത്തിന് വേണ്ടി മാത്രം ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല വീഡിയോ ഇട്ട് കാണിക്കുന്നോ അല്ലെ വീഡിയോ എടുത്ത് കാണിക്കുന്നോ എനിക്ക് തോന്നുന്നില്ല. പകരം അതുവഴി നമുക്കൊരു റീച്ച്, പ്രൊമോഷൻ, പിന്നെ അവർക്ക് നല്ലത്, ഇത് 3ഉം ആഗ്രഹിച്ചിട്ടായിരിക്കും. ഇപ്പോൾ ഞാനായാലും നാളെ മുതൽ വീഡിയോ ഇട്ട് ചാരിറ്റി ചെയ്യുന്ന കാണിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതെൻ്റെയും കൂടി വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ചാരിറ്റിയാണ് മാറും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല ഞാൻ ചെയ്യുന്നത് 10 ആളെ കാണിക്കാനുണ്ട്. പക്ഷേ അങ്ങനെ കാണിച്ച് വീഡിയോ ഇടുന്നവരെ ഞാൻ വിമർശിക്കാറുമില്ല. അത് കണ്ട് നമുക്കും ഇമോഷണലി നല്ലൊരു ഫീല്, പിന്നെ അത് കണ്ട് ഇൻസ്പയർ ആയി നമ്മളും ചിലപ്പം ചെയ്തയക്കാം. അതൊക്കെ നല്ല നല്ല കാര്യങ്ങളാണ്. പിന്നെ അവർക്ക് അവരുടെ റീച്ച് അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് അവർ ഈ പരിപാടി ചെയ്യുന്നത്. തെറ്റെന്ന് ഞാൻ പറയത്തില്ല.
പക്ഷെ സായിയൊക്കെ ഒരു സമയത്ത് വിമർശിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ സായി ഇന്ന് വന്നിട്ട് സായി ഒരു നല്ല കാര്യം ചെയ്തപ്പോൾ സായി പറയാണ് ചില കാര്യങ്ങൾ നമ്മൾ കാണിച്ച് വേണം ചെയ്യാനെന്ന്. എനിക്ക് അതിലോട് യോജിപ്പില്ല. കാണിക്കുകയാണെങ്കിൽ എല്ലാ കാര്യം കാണിക്കുക, അല്ലാതെ ഞാൻ ചെയ്യുമ്പോൾ മാത്രം നാട്ടുകാരെ കാണിക്കണം, അല്ലാത്ത പക്ഷം നാട്ടുകാരെ കാണിക്കേണ്ട ആ ഒരു ട്രാക്കിലോട്ട് വരുമ്പോൾ എനിക്കത് വിയോജിപ്പുണ്ട്. എന്തായാലും സായി ലക്ഷ്മി നക്ഷത്രക്കിട്ട് മറുപടി കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് കാണാം. ഭയങ്കര ചർച്ചകളൊക്കെ നടക്കുന്ന സമയത്ത് രേണുവിനെ വെച്ച് വീഡിയോ ചെയ്ത ഇപ്പൊ സായി സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ ആള് 48 വീഡിയോ രേണു സുധിനെ വെച്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിൽ നിന്ന് കിട്ടിയ വരുമാനത്തിന് ഒരു നിശ്ചിത തുക രേണുവിന് കൈമാറും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ രേണുവിനെ വെച്ച് ചെയ്ത ആൾക്കാരൊക്കെ അങ്ങനെ പൈസ കൊടുക്കാൻ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഇല്ല, എനിക്ക് അതിനെപ്പറ്റി ആക്ച്വലി ഒന്നും പറയാനില്ല. എനിക്കത് കണ്ടപ്പം ലൈക്ക് സത്യം പറഞ്ഞ നോ കമന്റ്സ് എന്ന് പറയണം. ബട്ട് അറ്റ് ദ സെയിം ടൈം അറ്റ് ദ സെയിം ടൈം ഓക്കെ അപ്പം എന്തോ പറയാനുണ്ട്, പക്ഷേ എനിക്കൊന്നും പറയാനില്ല. അത് ചിന്തിച്ചതാണ്, അതായത് ഞാൻ എന്ത് പറയണം. ഓക്കെ, ഞാനും രേണു സുധിയെ വെച്ച് കോണ്ടന്റ് ചെയ്തതാണല്ലോ. ഞാൻ ചെയ്ത കോണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷൻ ചാനൽ ചെയ്യുന്ന പോലെ അല്ലല്ലോ. ഞാൻ BGM കട്ട്സും അങ്ങനത്തെ കുറേ ഇമോഷണൽ BGM കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വീഡിയോ ചെയ്ത ഒരാളാണല്ലോ. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഒന്ന് ചിന്തിച്ചിട്ട് വേണം ഉത്തരം പറയാൻ, അല്ലെങ്കിൽ ഉത്തരം പറയണ്ട. എന്തോ ഡബിൾ മൈൻഡിൽ ഇരുന്നതാണ്. പിന്നെ തലയ്ക്ക് എന്തോ പെട്ടെന്ന് കത്തിയപ്പോഴാണ് പറയാം എന്ന് പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. പിന്നെ ഇപ്പൊ ചിലർ വീഡിയോ ഇട്ടു, അതുപോലെ തന്നെ ചിലരൊരു അവരിട്ട വീഡിയോയിൽ നിന്ന് ഒരു തുക കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ആക്ച്വലി ഒരു ചിരിയാണ് വന്നത്. 2 വർഷങ്ങൾക്ക് മുമ്പ്, പക്ഷെ ഇപ്പൊ ഞാനത് പറയാൻ പാടില്ല, എന്നോട് ചോദിച്ചതുകൊണ്ട് മാത്രം ഞാൻ പറയാണ്. 2 വർഷങ്ങൾക്ക് മുമ്പ് രേണു പറഞ്ഞിട്ടാണ് ഞാനൊരു പെർഫ്യൂം കൊണ്ടു കൊടുത്തത്. ഇപ്പം ഈ വീട്ടിൽ പോയി കണ്ട വ്യക്തി അല്ലെങ്കിൽ വീഡിയോസ് ഇട്ട വ്യക്തികൾ അവർ തന്നെ പറയുന്നുണ്ട്, ഞാൻ പേരൊന്നും മെൻഷൻ ചെയ്യാനില്ല, അവർ തന്നെ പറയുന്നുണ്ട് ചില കാര്യങ്ങൾ നമ്മൾ അറിയിച്ച് തന്നെ ചെയ്യണം. ഇത് തന്നെ ഞാനും ചെയ്തിട്ടുള്ളൂ. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അങ്ങനെ എന്തായാലും എല്ലാവരുടെ പ്രാർത്ഥനയിലും എന്താ പറയാ, രേണുവിനെ ചേർത്ത് പിടിക്കാന്ന് മാത്രമേ പറയാനുള്ളൂ. പക്ഷേ രേണുവിനെ ചേർത്ത് പിടിക്കണം വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ തന്നെയാണ് പറഞ്ഞത് ചില കാര്യങ്ങൾ നമ്മൾ അറിയിച്ച് ചെയ്യണം. അത് ചില കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ കുറേ കാര്യങ്ങൾ കൊണ്ട് അറിയിച്ച് ചെയ്തിട്ട് അത് കുറേ വീഡിയോ ആക്കിയിട്ട് ആ മാനല്ല ഞാൻ പറഞ്ഞത്. ഒരു വ്യക്തിയുടെ ഒരവസ്ഥയിൽ ആ വ്യക്തിക്ക് ബെനിഫിറ്റ് ആവുന്ന രീതിയിൽ ഒരു കാര്യം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. പക്ഷേ രേണു സുധിയുടെ കേസിൽ എന്താണ് ഉണ്ടായത്? ഫസ്റ്റ് ലക്ഷ്മി നക്ഷത്രയുടെ വീഡിയോ വന്നത് ഞാൻ കണ്ടത് ഭയങ്കര കരച്ചിലാണ്. അയ്യോ ഒടുക്കത്തെ കരച്ചിൽ. അതിന് കമൻറ്റ് ബോക്സ് ഫുള്ള് ലക്ഷ്മി നക്ഷത്രയ്ക്കെതിരായിരുന്നു. ഞാൻ എൻ്റെ ഓർമ്മയിലുള്ളത് ഞാനത് കോണ്ടന്റ് ആക്കിയിട്ടുണ്ട്. ഞാനത് ചോദിച്ചിട്ടുണ്ട്, ആ വ്യക്തിന് ഇമോഷൻ ഇങ്ങനെയാണ് പറഞ്ഞത്. അവർക്ക് ചാനലിൽ കൊണ്ടുവന്ന് അതൊരു വീഡിയോ ആക്കി അല്ലെങ്കിൽ ആ രീതിക്ക് ചെയ്യാനുള്ള താല്പര്യം കൊണ്ടായി. അത് ആ വ്യക്തിയെ റിമെമ്പർ ചെയ്യുകയാണ്. സുധി എന്ന് പറഞ്ഞ വ്യക്തിയെ റിമെമ്പർ ചെയ്യുകയാണ്. അപ്പോൾ അവർക്കൊരു യൂട്യൂബ് ചാനലുള്ളതുകൊണ്ട് അത് അവരവിടെ പറഞ്ഞു. ഞാനതൊന്നും എടുത്ത് വെച്ച് ക്രിട്ടിസൈസ് ചെയ്തിട്ടില്ല. ഇതാണ് തുടക്കം. ലക്ഷ്മി നക്ഷത്രയുടെ തുടക്കം അവിടുന്നാണ്. സുധി കൊല്ലം രേണു സുധി എന്ന് പറഞ്ഞ കോണ്ടന്റിൻ്റെ. അപ്പോൾ ഞാൻ അന്ന് വളരെ പേഴ്സണലായിട്ട് എനിക്ക് ഈ നിങ്ങളുടെ സർക്കിളിലുള്ള ഒരുപാട് പേര്, കൊല്ലം സുധിയായിട്ട് ബന്ധപ്പെട്ട ലക്ഷ്മി നക്ഷത്രയെ പോലെ ബാക്കി ഒരുപാട് പേര് എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. അവരൊക്കെ അന്ന് ഞാൻ ഈ പറഞ്ഞ ലക്ഷ്മി നക്ഷത്രത്തെ സപ്പോർട്ട് ചെയ്തപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിനക്ക് അവളെ അറിയില്ല, ഞങ്ങളൊക്കെ കൊല്ലം സുധീൻ്റെ ഫ്രണ്ട്സാണ്. ഇവൾ ഈ വന്ന് കാണിക്കുന്ന കണ്ണീരും ഈ വന്ന് ഒലിപ്പിക്കുന്ന ഈ സ്നേഹമൊന്നും അല്ല സുധി ജീവിച്ചിരുന്ന റിയൽ ലൈഫിൽ ഇവൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇവളൊന്നും അല്ല. ഇവൾ സുധിയെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത, ഒരുപാട് കാര്യങ്ങളിൽ ഒപ്പം നിന്ന ആളുകളാണ് ഞങ്ങൾക്കും വേണമെങ്കിൽ ഇതേപോലെ വന്ന് കരഞ്ഞ് ആളുകളുടെ മുന്നിൽ സെൻറ്റിമെൻറ്റ്സിന് വന്ന് ഇട്ട് കൊടുക്കായിരുന്നു. അല്ലെങ്കിൽ അങ്ങനെ നിന്നിട്ട് നമുക്ക് എന്തായിരുന്നു ഒരു സാധനം ക്രിയേറ്റ് ചെയ്തെടുക്കായിരുന്നു. അപ്പോൾ ഇവളുടെ ഇൻറ്റൻഷൻ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് എന്നോട് പേഴ്സണലി സംസാരിച്ച ഒരുപാട് പേരുണ്ട്. ഓക്കെ, എന്നിട്ടും എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്തായിരുന്നു അന്ന്, നിങ്ങൾ എന്തിനും ബ്ലെയിം ചെയ്യണം. നിങ്ങളുടെ ചാനലുണ്ട്, മോണിറ്റൈസേഷൻ ഓണാക്കി അത് കരഞ്ഞ് അതിന് കാശുണ്ടാക്കി അത് ബാക്കിയുള്ളവർക്ക് കാണുമ്പോഴാണ് വിഷയം. പക്ഷേ ആസ് എൻ കോണ്ടന്റ് ക്രിയേറ്റർ, ആസ് എ യൂട്യൂബർ, അതൊരു കോണ്ടന്റാണ് നിങ്ങൾ ചെയ്തു. എനിക്കതിനപ്പുറം നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യേണ്ടിയിരുന്നില്ല. ഈ തുടക്കത്തിൽ നിന്നാണ് ഞാൻ രേണു സുധി, ലക്ഷ്മി നക്ഷത്ര, കൊല്ലം സുധി ഈ ലൂപ്പിലേക്ക് ഞാൻ എൻ്ററാവുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ നിങ്ങളെ ക്രിട്ടിസൈസ് അല്ല ചെയ്തത്. ഞാൻ നിങ്ങളെ നിങ്ങൾ എന്തിനു പറയണം, കമന്റ് ബോക്സിൽ എന്തിനു ഹേറ്റ് കൊടുക്കണം എന്നുള്ള സാധനം ചോദിച്ചിട്ടാണ് ഞാൻ തുടങ്ങുന്നത്. ഇത് കഴിഞ്ഞു വന്ന നിങ്ങളുടെ വീഡിയോ. ഓക്കെ, അപ്പം ഞാനൊരു പ്രവൃത്തി എനിക്ക് തോന്നിയിട്ട് ഞാൻ ചെയ്തു. ഓക്കെ, എനിക്ക് തോന്നിയിട്ട് ആ പ്രവൃത്തി കണ്ടിട്ട് അവരുടെ ഈ അവസ്ഥയിൽ ആരെങ്കിലും, ഞാൻ നാട്ടിലെ എല്ലാവരോടും അല്ല പറഞ്ഞു, വീഡിയോ ചെയ്ത ആരെങ്കിലും എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം പറഞ്ഞു, അതിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ നിങ്ങൾ ഈ കൊല്ലം സുധി വീഡിയോ ഇട്ട് കരഞ്ഞതിന് ശേഷം ഞാൻ കണ്ടത് ഒരുപാട് വീഡിയോസാണ് ചെയ്യാൻ. ഓക്കെ, നിങ്ങളിതൊരു പെർഫ്യൂമിൻ്റെ കാര്യം മാത്രം പറഞ്ഞിട്ടാണ് ഈ ഓൺലൈൻ ചാനലുകാരോട് സംസാരിച്ചത്. പക്ഷേ നിങ്ങൾ അന്ന് ചെയ്ത വീഡിയോയിൽ ഞാൻ ക്രിട്ടിസൈസ് ചെയ്യേണ്ട ഒരു റീസൺ എന്താ അറിയോ? നിങ്ങളിത് ചെയ്യാൻ പാടില്ല, നിങ്ങളവിടെ പോകാൻ പാടില്ല, അവർക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ എന്നുള്ള ലോകത്തിന് അറിയിക്കാൻ പാടില്ല എന്നായിരുന്നില്ല. എൻ്റെ വീഡിയോ കണ്ടവർക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ അന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങളവിടെ ചെന്ന് സ്ലോ മോഷനിൽ അവരെ കണ്ണീര് സൂം ചെയ്യുന്നു, 4 ആംഗിളിൽ 4 ക്യാമറ വയ്ക്കുന്നു, അതിനൊരു എഡിറ്റിംഗ് പാറ്റേൺ ഉണ്ടാക്കുന്നു, അതിൽ BGM ഇട്ട് തള്ളുന്നു. രേണു സുധി സംസാരിക്കുമ്പോൾ റെഫറൻസ് പോലെ കൊല്ലം സുധിയുടെ മറ്റേ മാല ഇട്ട ഫോട്ടോയുടെ മുകളിലേക്ക് സൂം ചെയ്ത് പോകുന്നു. ആ BGMൻ്റെ ഓവർഡോസ്, ആ ഇമോഷൻ്റെ ഓവർഡോസ്, അത് നിങ്ങൾ സെൽ ചെയ്ത രീതി. മോണിറ്റൈസേഷൻ ആക്കിയിട്ടല്ലേ ചേച്ചി സെൽ ചെയ്ത്? അല്ല, ചേച്ചി മോണിറ്റൈസേഷൻ ഓഫാക്കി ചെയ്ത് പരിപാടിയൊന്നുമില്ലല്ലോ. ആ ചേച്ചി ഇപ്പോൾ വന്നിരുന്നിട്ട് കൊള്ളാം, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത് കൂടി പറയാം. അതേപോലെ ഒരു കാര്യം ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും പറ്റിക്കാൻ മാത്രമാണ് അയാളെ പറ്റി നല്ല. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം,
രേണുവിനെ പോയി കണ്ടവരെല്ലാം ഒരു പെർട്ടിക്കുലർ ചാനലിൽ അപ്പം തന്നെ അപ്പിയർ ചെയ്യുന്നുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ അതൊരു പെർട്ടിക്കുലർ ചാനലിൽ മാത്രമാണ് ഈ രേണുവിനെ പോയി കണ്ടവർ മാത്രം ചില പെർട്ടിക്കുലർ ചാനലുകളിൽ മാത്രം വീഡിയോസ് വരുന്നു അങ്ങനെയൊക്കെ. അത് ഈ ചേച്ചി പോണ ഇനാഗ്രേഷനിലൊക്കെ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ഓൺലൈൻ മീഡിയാസ് മാത്രം തേച്ച് വരുന്നത് എന്താ കാര്യം? അതിന് ഉത്തരം എന്ന് പറഞ്ഞുതരൂ. ചേച്ചി പോകുന്ന ഉദ്ഘാടനത്തിനും ചേച്ചി അറ്റൻഡ് ചെയ്യുന്ന പരിപാടികൾക്കും ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ഓൺലൈൻ മീഡിയാസ് മാത്രം വരുന്നു. അവർ കുറച്ച് പെർട്ടിക്കുലർ ടാർഗറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ചോദിക്കുന്നു. എന്താ നക്ഷത്ര ചേച്ചി അങ്ങനെ ആയിപ്പോയത്? ഓക്കെ, ഇവിടെ സായി പറയുന്നത് എന്തുവാ, ഈ ലക്ഷ്മി നക്ഷത്ര BGM കയറ്റി ആംഗിളിൽ വെച്ചെടുത്ത് ഇല്ലാതെ തന്നെ ഇപ്പൊ സായി ഇന്റർവ്യൂ എടുത്തില്ലേ, അതിലും BGM കയറ്റി അവരിട്ടു. അതെല്ലാം കണക്കാ. നമ്മളിപ്പോ ഒരു ഇന്റർവ്യൂ ആയാൽ കൂടി അപ്പോൾ സ്പോട്ടിൽ പ്ലാൻ ചെയ്തെടുക്കുന്നതാണോന്നില്ല, ഓൾറെഡി തലേദിവസമൊക്കെ പ്ലാൻ ചെയ്തിട്ടൊക്കെ തന്നെയാണ്. എല്ലാം കണക്കാ. അതുകൊണ്ട് ഈ നല്ലൊരു കാര്യം ചെയ്തിട്ട് നമ്മൾ ഒന്നുകിൽ ആരും കാണിക്കാതിരിക്കുക, അല്ലെങ്കിൽ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് സമ്മതിക്കുക. അല്ലാണ്ട് കാണിച്ചതിന് ശേഷം പറയും ഞാനിത് പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്തതല്ല. പണ്ട് ഏതോ ഒരു ഇന്റർവ്യൂവിൽ അഖിൽമാരാർ വന്നിരുന്നിട്ട് ആരെ സഹായിച്ച കേസ് വന്നിരുന്നു ഇന്റർവ്യൂവിൽ വിളിച്ചു പറഞ്ഞിട്ട് പറഞ്ഞു ഞാൻ ആരോടും ഇത് പറഞ്ഞിട്ടില്ല. പിന്നെ എന്തായി, ഇന്റർവ്യൂവിൽ വന്നത് പക്കായിട്ട് നാട്ടുകാരെ മുന്നിൽ മൊത്തം വിളിച്ചു പറഞ്ഞു. അതുപോലെയാണ്. അതുകൊണ്ട് ഒന്നുകിൽ നമ്മൾ മിണ്ടാതിരിക്കുക. ഇത് നമ്മൾ ചെയ്ത് നാട്ടുകാരെ മൊത്തം കാണിക്കുന്ന രീതിയിൽ ആരെങ്കിലും ഇപ്പോൾ ഇന്റർവ്യൂ എടുത്തതിന് ശേഷം പറയും അയ്യോ ഞാനിത് പറഞ്ഞിട്ടില്ല, അവർ നിർബന്ധിച്ചപ്പോൾ ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഈ സെറ്റപ്പിൽ സംസാരിക്കുന്ന അർത്ഥമില്ലാത്ത അർത്ഥമാണ്. അതുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ചെളിവാരി അടിച്ചിട്ട് കാര്യമില്ല. ഞാൻ ഒരേ ലെവലെന്തിലാണ് രണ്ടുപേരെയും കാണുന്നത്. അതിപ്പോൾ സായി ആയാലും ലക്ഷ്മി നക്ഷത്രമായാലും. ഇപ്പം നാളെ ഞാൻ വന്നിരുന്നിട്ട് ആരെയും സഹായിച്ചിട്ട് ഇന്റർവ്യൂവിൽ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് പറയും ഞാനത് എൻ്റെ പബ്ലിസിറ്റിക്ക് വേണ്ടി, അല്ലെങ്കിൽ ഞാൻ ചെയ്ത നല്ലൊരു കാര്യം 10 ആളെ അറിയിച്ചു. ഓക്കെ, അതേ ഞാൻ പറയത്തുള്ളൂ. അല്ലാണ്ട് ഞാൻ അങ്ങനെയല്ല, നന്മ ചെയ്തത് എൻ്റെ നന്മ കണ്ട് മറ്റുള്ളവർ ഇൻസ്പയർ ആയി നന്മ ചെയ്യാൻ വേണ്ടിയാണെന്ന് പറയാനൊന്നും ഇതില്ല. പിന്നെ കണ്ട് ഇൻസ്പയർ ആവും ചിലപ്പോൾ ആൾക്കാർ, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അതിനു വേണ്ടിയാണ് ഞാൻ എൻ്റെ മനസ്സ് മൊത്തം ഈ നന്മ ചെയ്തത് മൊത്തം അങ്ങ് നാട്ടുകാരെ കാണിച്ചതെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഓക്കെ, അതിപ്പോൾ ലക്ഷ്മി നക്ഷത്രം ആയാലും ശരി, സായി ആയാലും ശരി, ഞാനായാലും ശരി, അത് വേറെ മാറ്റമൊന്നുമില്ല. ഇനി കിച്ചുവിൻ്റെ കാര്യത്തിലോട്ട് പറയുകയാണെങ്കിൽ കിച്ചു നീ പോണ്ട, പോയി കഴിഞ്ഞാൽ എനിക്കതിൽ അർത്ഥമുള്ളതായിട്ട് തോന്നുന്നില്ല. ഞാൻ സീരിയസ്ലി പറയാം കേട്ടോ. ഇപ്പോൾ രേണുവിൻ്റെ സിറ്റുവേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ പറഞ്ഞില്ലേ, രേണു എന്ന് പറയുന്ന വ്യക്തി ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്തില്ല, ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം നമ്മൾ പബ്ലിക്കിൽ കൊടുക്കാൻ പാടില്ലാത്ത മെസ്സേജ് തന്നെയാണ് എപ്പോഴും രേണു കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ അവരുടെ സിറ്റുവേഷൻ കുറച്ച് മോശമാണ്. ആ സമയത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അത് മാത്രമേ ചെയ്യാനുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ കിച്ചു പറഞ്ഞതുപോലെ ഞാൻ നാട്ടുകാർക്ക് വേണ്ടി കാണാൻ പോവുകയാണ്, ഇത് ആവശ്യമില്ലടാ. ഇപ്പോൾ രേണുവിനെ വേണമെങ്കിൽ എനിക്ക് കാണാൻ പോവാം, രേണു എന്നെ ചെളിവാരി എറിയത്തൊന്നുമില്ല. എനിക്ക് കാണാൻ പോയിട്ട് രേണു സുഖമല്ലേ എന്നൊക്കെ പറഞ്ഞു വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ട് പോയി എനിക്കും അവിടെ പോയിട്ട് ഒരു പ്രഹസനമൊക്കെ കാണിച്ചൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട് നാട്ടുകാരെ കാണിക്കാം. എൻ്റെ ആവശ്യമില്ല. രേണുവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, എനിക്ക് കഴിയുന്ന കാര്യം അത് ഞാൻ ചെയ്യുന്നു. ഓക്കെ, ഇനി എനിക്ക് സഹായിക്കണമെന്ന് തോന്നി ഞാൻ സഹായിക്കും. എനിക്ക് ചിലപ്പോൾ രേണുവിനേക്കാളും വേറെ അർഹതപ്പെട്ട ആൾക്കാർക്ക് സഹായിക്കണമെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അവരെ സഹായിക്കും. അതൊക്കെ എൻ്റെ പേഴ്സണൽ ചോയ്സാണ്, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇപ്പോൾ കിച്ചു പറഞ്ഞതുപോലെ നാട്ടുകാർക്ക് വേണ്ടി ഞാനൊന്നും ചെയ്യുന്നില്ല. നാട്ടുകാർ അങ്ങനെ വിചാരിക്കും ഇങ്ങനെ വിചാരിക്കും, നാട്ടുകാർ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ പോകാൻ പോണ് അന്ത ട്രാക്കേ നമുക്ക് കിടയാതെ. രേണുവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ വീഡിയോ ഒന്ന് കാണിച്ചു തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കും. ഓക്കെ, പ്രാർത്ഥിക്കുക. എനിക്ക് എല്ലാവരോടും അത് മാത്രമേ പറയാനുള്ളൂ, പ്രാർത്ഥിക്കുക. ഓർമ്മ പോകുന്നുണ്ട് എനിക്ക്, അതെന്നാന്ന് എനിക്കറിയത്തില്ല. ഈ ഒരു സൈഡ് മരച്ചിരിക്കുവാണ് തലയുടെ, മുഴം കയ്പാണ്. എൻ്റെ മുടിയെല്ലാം ഒരുമാതിരി പശ പോലായി, പെടലിയിലെ തൊലിയെല്ലാം പോയി, തലയിലേം തൊലി പോയി. അതുകൊണ്ടാണ് ഹെയർ കട്ട് ചെയ്തത്. ആഗ്രഹം ഇവിടെ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ സ്ഥലങ്ങളിൽ ദൈവത്തിന്റെ സാക്ഷിയാകാൻ, ചുരുക്കി പറഞ്ഞ ഒരു മിഷണറി അല്ലെങ്കിൽ സുവിശേഷകയായിട്ട് പോകാനാണ് ആഗ്രഹം. ഇവിടുന്ന് ദൈവം എഴുന്നേൽപ്പിച്ചു കഴിഞ്ഞാൽ, ഈ രോഗമുക്തി നേടിക്കഴിഞ്ഞാൽ എൻ്റെ വർക്ക്, എനിക്ക് കിട്ടുന്ന വർക്കിന്റെ സൈഡിൽ കൂടെ പോകും. പക്ഷെ അതിലും മെയിനായിട്ട് ദൈവത്തിന് വേണ്ടിയിട്ട് എൻ്റെ അനുഭവ സാക്ഷ്യം പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഇപ്പൊ തന്നെ എനിക്ക് ആ സ്റ്റേജുകൾ ഞാൻ ഇപ്പോഴും എൻ്റെ കണ്ണിൽ ഞാൻ കാണുന്നുണ്ട്, ഞാൻ നിന്ന് പ്രസംഗിക്കുന്നേ. കഴിയുമെന്നറിയില്ല, പ്രത്യാശയുണ്ട് കഴിയുമെന്ന്. നിങ്ങളെപ്പോലുള്ള നല്ല മനസ്സുകളുടെ സ്നേഹം ഉണ്ടെങ്കിൽ ഞാൻ മുന്നോട്ട് പോകും.
ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എനിക്ക് തീരെ വയ്യ, എണീക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. തലയൊന്നും നേരെ നിൽക്കുന്നില്ല. എങ്കിൽ പോലും എൻ്റെ ഹെയർ കട്ട് ഞാൻ ചെയ്തു. അപ്പം ഞാൻ അതിനൊരു റീൽ ഇട്ടായിരുന്നു, നിങ്ങളെല്ലാം കണ്ടു കാണും. ഇത് പല ആൾക്കാരും അതെടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്, ഞാൻ കണ്ടു. എൻ്റെ യൂട്യൂബ് ചാനലിൽ കൂടെ ഞാനത് ഇടാൻ വെച്ചേക്കുമായിരുന്നു. ഓക്കെ, ഞാൻ കൂടുതൽ കാണിക്കുന്നില്ല, എനിക്ക് താല്പര്യമില്ല. സീരിയസ്ലി ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ എനിക്ക് താല്പര്യമില്ല. ഇന്നെങ്കിൽ നാളെ ഞാൻ എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. ഓക്കെ, എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ രേണു, അല്ലേ? അതായിരിക്കും അതിൻ്റെ ഒരു രീതി. തൻ്റെ ജീവിതത്തിൽ താൻ ചെയ്തിട്ടുള്ള ഒരുപാട് തെറ്റുകളും പാവങ്ങളും എല്ലാം ഉണ്ട്. എല്ലാ മനുഷ്യരും അതൊക്കെ തന്നെയാണ് എന്ന് വെച്ചിട്ട് എല്ലാം ഒന്ന് ദൈവത്തോട് ഏറ്റു പ്രാർത്ഥിക്കും. അതുപോലെ എനിക്ക് പറയാനുള്ള, രേണുവിൻ്റെ സഹോദരി ആരെങ്കിലുമൊക്കെ, രമ്യ ആരെങ്കിലുമൊക്കെ കൃപാസനം ചർച്ചിലൊക്കെ ഒന്ന് പോകാൻ പറ്റും. ആലപ്പുഴ നിങ്ങൾക്ക് അടുത്താണല്ലോ, ഒന്ന് പോകാൻ പറ്റി അവിടെ പോയി ഉടമ്പടിയൊക്കെ എടുത്ത് സഹോദരിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും. മാതാവ് കൈവിടില്ല. ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് സാക്ഷികൾ കൊള്ളാതാണ്. ചിലപ്പോൾ ചിലർക്കൊക്കെ പുച്ഛമായിരിക്കും. ഞാൻ എൻ്റെ പേഴ്സണൽ അനുഭവമാണ് പറയുന്നത്, കൈവിടില്ല. അതുകൊണ്ട് ഉടമ്പടിയൊക്കെ എടുത്ത് ഒന്ന് പ്രാർത്ഥിക്കാൻ സാധിച്ചാൽ അത്രയും നല്ലതായിരിക്കും. നല്ലതാണ്, ആയിരിക്കും എന്നല്ല, നല്ലതാണ്. അതുകൊണ്ട് രമ്യക്കൊക്കെ പറ്റുവാണെങ്കിൽ അങ്ങോട്ടൊക്കെ ഒന്ന് പോ, എനിക്കതേ പറയാനുള്ളൂ. ഓക്കെ, അതുപോലെ രേണുവിനെ കാണാൻ താല്പര്യമുള്ളവർ പോയി കാണുക, പൈസ കൊടുക്കാൻ താല്പര്യമുള്ളവർ പോയി കൊടുക്കുക. അല്ലാണ്ട് നാട്ടുകാർക്ക് വേണ്ടിയിട്ട് കാണാൻ വേണ്ടി പോകാൻ നിൽക്കാതെ ഇരിക്കുക, കേട്ടോ. എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ജനങ്ങളുടെ അഭിപ്രായങ്ങൾ, എന്നെ കല്ലെറിയുന്നവർ കല്ലെറിയിട്ടേ, പറയുന്നവർ പറയട്ടെ. എനിക്ക് പറയാനുള്ളത് തുറന്ന് പറയുക തന്നെ ചെയ്യും. അത് എവിടെയും എന്നും എപ്പോഴും. പുതിയൊരു വീഡിയോ ഇടണം. ബൈ.